നമ്മൾ മിസ്സിംഗ് വാല്യൂസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഔട്ട്ലയറിന്റെ ചെറിയൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സെയിം കോഡ് തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത്. ഇന്ന് മിക്കവാറും ചിലപ്പോൾ 1 മണിക്കൂറോളം വേണ്ടി വരത്തില്ല, കാരണം ഈ ഈ ഈ പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച നമുക്ക് മെഷീൻ ലേണിങ്ങിന്റെ ട്രെയിനിങ്ങിന്റെ അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അപ്പം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്ലയേഴ്സിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി എനി ഒബ്സർവേഷൻ വിച്ച് ഈസ് ലൈക്ക് ഡീവിയേറ്റിംഗ് ഫ്രം other observations so that it can arouse a suspicion that it was generated by a different mechanism. അപ്പം നമ്മൾ 3 ടെക്നിക്സിനെ പറ്റി പറഞ്ഞായിരുന്നു. ഞാൻ ഈ പ്രസന്റേഷൻ അവസാനം ഷെയർ ചെയ്യാം, കാരണം അടുത്ത ക്ലാസ്സിലും ഒരു പ്രസന്റേഷൻ ഉണ്ട് മെഷീൻ ലേണിങ്ങിന്റെ അൽഗോരിതംസിനെ പറ്റി. അപ്പോൾ അതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഇതൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഈ ഒന്ന് നമ്മൾ ബേസിക്കലി ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് ഓർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ അതിനെപ്പറ്റി പറഞ്ഞു. പിന്നെയുള്ളത് ഡിസ്റ്റൻസ് ബേസ്ഡ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ, അത് എക്സാമ്പിൾ KNN വെച്ചുകൊണ്ട്. മൂന്നാമത്തത് ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡെൻസിറ്റി ബേസ്ഡ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ലോക്കൽ ഔട്ട്ലെയർ ഫാക്ടർ. ദിസ് അൽഗോരിതം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിറ്റക്ടിങ് ഔട്ട്ലെയേഴ്സ് യൂസിങ് എ ഡെൻസിറ്റി ബേസ്ഡ് അപ്രോച്ച്. അപ്പൊ ഇതിന്റെ ഇൻഡ്യൂഷൻ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ബേസിക്കലി ഇത് 2 വേരിയബിൾ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പം ഇഫ് വി ഗെറ്റ് പോയിന്റ്സ് ലൈക്ക് ദിസ്, LOF അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഈ ഡേറ്റ സെറ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന നമ്പേഴ്സ് ആണ്. ഓരോ പോയിന്റിനും ഓരോ വാല്യൂ ഇത് അസൈൻ ചെയ്യും ആഫ്റ്റർ റണ്ണിങ് ദ ലോഫ് അൽഗോരിതം. ജനറലി സ്പീക്കിംഗ് ഈ വാല്യൂ 1ന് മുകളിലാണെങ്കിൽ അതൊരു ഔട്ട്ലെയർ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. വാല്യൂവിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അതായത് വാല്യൂവിന്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും ഔട്ട്ലെയർനെസിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ പോയിന്റ് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇതിനൊരു 7.62 സംതിങ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്, ആൻഡ് യു ക്യാൻ ഓൾസോ സി ഇത് ഒത്തിരി മാറിയാണ് ബാക്കി പോയിന്റിൽ നിന്ന് കിടക്കുന്നത്. അപ്പൊ അതൊരു ഔട്ട്ലെയർ പോലെ ആണ് വരുന്നത്. ഇപ്പൊ ഇതിന് 3.4 അങ്ങനെ. ഈ ക്ലസ്റ്ററിന് അടുത്ത് വരുന്നതിനൊക്കെ നമ്പേഴ്സ് കുറവായിരിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർ ദാൻ 1 സജസ്റ്റ് ആൻ ഔട്ട്ലെയർനെസ്, ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ഇൻലെയർ, അതായത് അത് ഔട്ട്ലെയർ അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊരു റൂൾ ഓഫ് ഒരു ഹാർഡ് റൂൾ ഒന്നും അല്ല, ബട്ട് ബൈ ഡിഫോൾട്ട് മോർ ദാൻ 1 ആണ് നമ്മൾ ഔട്ട്ലെയർ ആണെന്ന് പറയുന്നത്. പക്ഷെ അത് യൂസ് കേസ് അനുസരിച്ച് മാറാം. ഇപ്പം നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഈ LOF R-നകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നമുക്കിപ്പോൾ ഒരു ഡേറ്റ ഉണ്ടല്ലോ. അപ്പോൾ ആ ഡേറ്റയിൽ അപ്ലൈ ചെയ്യുമ്പം എന്തായിരിക്കും അതിന്റെ റിസൾട്ട്, എന്തെങ്കിലും ഔട്ട്ലെയർ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ സൂചനകളുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇനിയിപ്പം നമുക്ക് ആ കോഡിനകത്തോട്ട് വരാം. അപ്പം അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടം വരെയാണ് നിർത്തിയത്, ഒരു ലൈൻ നമ്പർ 415 വരെ. അപ്പം അത് കൂടുതലും മിസ്സിംഗ് വാല്യൂസും മെഷീൻ ലേണിങ്ങിന്റെ പ്രീ പ്രോസസ്സിങ്ങിനെ പറ്റിയൊക്കെ ആണ്. ഈ ഔട്ട്ലെയർ ഡിറ്റക്ഷനും ഒരു പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ്. അപ്പം ഇതിന്റെ അകത്ത് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ, പിന്നെ ഇമ്പ്യൂട്ടേഷൻ, അതായത് മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ടേഷൻ അതിന്റെ അകത്ത് ഈ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പ് വരുന്നതാണ്. പിന്നെ ഉള്ളത് സെന്ററിങ് ആൻഡ് സ്കെയിലിംഗ്. അത് നമ്മൾ ഇച്ചിരി കഴിഞ്ഞ് ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ പറയും. അപ്പം മെഷീൻ ലേണിംഗ് പാക്കേജ് ആറിനകത്ത് ആക്ച്വലി ഒത്തിരി പാക്കേജസ് അവൈലബിൾ ആണ്. പക്ഷെ ഇതാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് പോപ്പുലർ. അപ്പൊ ഇത് നമ്മൾ ലോഡ് ചെയ്യുവാണെങ്കിൽ, ഞാൻ ഓൾറെഡി ഈ ലൈൻ വരെ റൺ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ ഈ വേരിയബിൾസ് എല്ലാം കാണുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി ഇവിടെ മുതൽ തുടങ്ങിയാൽ മതി. ഇപ്പം ഇൻ കേസ് നിങ്ങളത് റൺ ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടം വരെ റൺ ചെയ്തില്ലെങ്കിൽ, ഈ സ്റ്റെപ്പ് മുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ റൺ ചെയ്യാതെ പറ്റത്തില്ല. അത് ചിലപ്പം കുറച്ച് സമയം എടുക്കും. എനിവേ യു ക്യാൻ സ്റ്റിൽ റൺ ഇറ്റ് ലേറ്റർ ഓൾസോ, നോ പ്രോബ്ലം. അപ്പം ഈ DF_, ഇതാണ് നമ്മുടെ ഇപ്പോഴുള്ള ക്ലീൻ ആയിട്ടുള്ള ഡേറ്റ. അപ്പൊ അത് നമുക്ക് അതിന്റെ ടോപ്പ്
റോസ് കാണണമെങ്കിൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ. ദിസ് ഈസ് ബേസിക്കലി അവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കിഡ്നി ഡിസീസ് യെസ് ഓർ നോ. 1 എന്ന് പറയുന്നത് ദാറ്റ് പേഷ്യൻ്റ് ഈസ് ഹാവിങ് എ കിഡ്നി ഡിസീസ്. 0 എന്ന് പറയുന്നത് ദാറ്റ് പേഷ്യൻ്റ് ഈസ് നോട്ട് ഹാവിങ് എ കിഡ്നി ഡിസീസ്. പിന്നെ ഉള്ളത് വി ഹാവ് ജെൻഡർ, ഏജ്, യൂറിൻ ആൽബുമിൻ, യൂറിൻ ക്രിയാറ്റിനിൻ, ഇത് ഹീമോഗ്ലോബിൻ, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ, ഇത് SCA എന്ന് പറയുന്ന സീറം കാൽഷ്യം ലെവൽ, ഇത് യൂറിക് ആസിഡ്, ദിസ് ഷുഡ് ബി CH, ഷുഡ് ബി കൊളസ്ട്രോൾ, BMI ഓഫ് ദ പേഷ്യൻറ്റ്, ദെൻ PAD. ഇത് PAD 680. ഇത് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അത് എൻഹാൻസിൻ്റെ അതിൻ്റെ അകത്തുനിന്ന് ആ ഡേറ്റ സെറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആ വേരിയബിൾസിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ചുമ്മാ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരേണ്ടതാണ്. കാരണം ഇതെല്ലാം സ്റ്റാൻഡേർഡ് വേരിയബിൾ നെയിംസ് ആണ്. അതല്ല ഇതിൻ്റെ ഇത് വന്നു. ബേസിക്കലി നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് PAD ഓക്കെ. ഇവിടെ അതിൻ്റെ അത് ആ വേരിയബിൾ എന്താണ് എന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതുണ്ട്. വേരിയബിൾ നെയിം PAD. ഇറ്റ് ഈസ് ബേസിക്കലി ദ മിനിറ്റ്സ് ഓഫ് സെഡൻഡറി ആക്ടിവിറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് ആ പേഷ്യൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ വാല്യൂസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് സജസ്റ്റ് ഹൗ മെനി മിനിറ്റ്സ് ഓഫ് സെഡൻഡറി ആക്ടിവിറ്റി in a day. It should be in a day. Yeah. How much time usually spend, how much time do you spend sitting on a typical day? അതൊരു നമ്മൾ ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ അതിന് കുറച്ച് വാല്യൂസ് ഉണ്ട്, 0 to 1200 അങ്ങനെ. അപ്പോൾ ആ വാല്യൂസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് 600 മിനിറ്റ്സ്, ദിസ് ഇസ് 540 മിനിറ്റ്സ് അങ്ങനെ. അപ്പം നമ്മൾ ഈ ലോക്കൽ ഔട്ട്ലെയർ ഫാക്ടർ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റേഷൻ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. TPD LOF നല്ലൊരു ഡോക്യുമെൻറ്റേഷനാണ്. ഒറിജിനൽ തിയററ്റിക്കൽ പേപ്പർ ഈ ലിങ്കിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും. ലോഫ് ഇത് കമ്പ്യൂട്ടേഷനിൽ ഇത് കുറച്ച് ഇൻറ്റൻസീവ് ആണ്, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ മാനേജബിൾ ഇൻ മോഡേൺ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. ഇപ്പം ഇപ്പോൾ ഒരു വലിയ മോശമല്ലാത്ത ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട് ലോഫിന്. വേറൊരു ഡെൻസിറ്റി ബേസ്ഡ് അൽഗോരിതമാണ് ഈ ലോക്കെ എന്ന് പറയുന്നത്, ലോക്കൽ ഔട്ട്ലെയർ ബൈ കോറിലേഷൻ ഇൻ്റഗ്രൽ. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇതും ഇപ്പോൾ ഇച്ചിരി പോപ്പുലറായി വരുന്നുണ്ട് ഈ ലോക്കെ എന്ന് പറയുന്നത്. ദിസ് ഈസ് റിലേറ്റഡ് ടു ലോഫ്, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ബിറ്റ് മോർ അഡ്വാൻസ്ഡ് ആൻഡ് അത് ഇറ്റ് ഈസ് വെരി ഹൈലി കമ്പ്യൂട്ടേഷണലി ഇൻറ്റൻസീവ്. ബേസിക്കലി മെഷീൻ ലേണിംഗ് പ്രോബ്ലംസിലൊന്നും അത് ഇപ്പോൾ ഉപയോഗിക്കാനേ പറ്റത്തില്ല. കാരണം ഇറ്റ് മൈ ടേക്ക് ഡേയ്സ്, വീക്സ് ടു കംപ്ലീറ്റ്, ഈവൻ ഫോർ മീഡിയം സൈസ്ഡ് ഡാറ്റ സെറ്റ്. മീഡിയം സൈസ് എന്ന് പറയുമ്പം മേ ബി ഒരു 1000, 5000 അല്ലെങ്കിൽ 1000 to 10,000 അത്രയും റോ ഉണ്ടെങ്കിൽ കൂടെ തന്നെ ഇറ്റ് ക്യാൻ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ബട്ട് ഫോർ ലെസ് ദാൻ 500 or 100 ലോക്കെ ഈസ് സ്റ്റിൽ ഗുഡ് ഇനഫ്. പക്ഷേ അങ്ങനെ അത്രയും ചെറിയ ഡാറ്റ സെറ്റ് നമ്മൾ ജനറലി മെഷീൻ ലേണിങ്ങിന് അങ്ങനെ ഉപയോഗിക്കാറില്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിന് പിന്നെ ഉപയോഗിക്കും. ഇപ്പോൾ ഈ ലോഫ് അൽഗോരിതം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജിലാണ് ഈ അൽഗോരിതം ഉള്ളത്. ദർ ആർ അതർ പാക്കേജസ് ഓൾസോ, പക്ഷേ ഈ പാക്കേജാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ ഒരു കാരണം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് പാരലലി. സോ ഈ കോർസ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് നമുക്ക് വി ക്യാൻ ഗീവ് ദ നമ്പർ ഓഫ് കോർസ്. ഞാനിത് 2 കൊടുത്തേക്കുന്നത്. അതായത് 2 എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ 2 CPU കോറ് പാരലലൈസ് ചെയ്ത് ആ ഓപ്പറേഷൻ റൺ ചെയ്യും. അപ്പോൾ ഇറ്റ് ഷുഡ് ബി റണ്ണിങ്. ഇപ്പോൾ ഇത് 1 ഇടുവാണെങ്കിൽ അത് ബേസിക്കലി ഇറ്റ് വിൽ റൺ സിംഗിൾ ത്രെഡഡ്, 2, 3, 4. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പർ ഓഫ് കോർസ് ദാറ്റ് യു ഹാവ് യു ക്യാൻ ഇൻക്രീസ് ദ നമ്പർ. എനിക്ക് എൻ്റെ ഈ ലാപ്ടോപ്പിൽ 8 എണ്ണമാണ് ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷേ 8 എണ്ണം ഈ മാക്സിമം നമ്പർ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് ഭയങ്കരമായിട്ട് സ്ലോ ആകും. കാരണം എല്ലാ CPU കോറും ഈ 6 ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പം ഇത് ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതൽ നമ്പർ അങ്ങനെ ഇൻക്രീസ് ചെയ്യരുത്.
സോ ഇറ്റ് ഇസ് ഇംപ്ലിമെന്റിംഗ് ദിസ് ഈസ് വെരി സിമ്പിൾ. അപ്പം ഇത് ബേസിക്കലി നമ്മുടെ ഡാറ്റ ml.data.originലാണ്. k equal to 5 എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ടെല്ലിങ് യു ഹൗ മെനി നെയ്ബേഴ്സ് ദാറ്റ് യു വാണ്ട് ടു ലുക്ക് ഇൻ ടു. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾക്ക് കണ്ട പോലെ ഓരോ പോയിന്റിനും വി നീഡ് ടു കമ്പ്യൂട്ട് സം കൈൻഡ് ഓഫ് എ ഡെൻസിറ്റി മെഷർ. എത്ര ഡെൻസ് ആണ് അതിന്റെ ഇത്ര നെയ്ബേഴ്സുമായിട്ട് എന്നുള്ളൊരു ഡെൻസിറ്റി മെഷർ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ എത്ര നെയ്ബേഴ്സിനെയാണ് ലുക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ നമ്പർ സൂചിപ്പിക്കുന്നത്. ജനറലി 5, 7, even more, but not more than maybe 20, 30. Something between 5 and 20 is usually works. അപ്പോൾ അത് കൂടുതൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടേഷനിൽ അത് ഭയങ്കര എക്സോസ്റ്റീവ് ആകും. അപ്പോൾ അതിനൊരു രണ്ട് സമയം എടുക്കുന്നതും അത് എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു നമ്മളൊരു ബാലൻസ് ചെയ്യേണ്ടി വരും. നമ്മളിത് ആദ്യം ഇത് റൺ ചെയ്യുമ്പം ഞാനിപ്പോൾ അത് റൺ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇച്ചിരി സമയം എടുക്കും. കാരണം ഈവൻ ദോ ഇറ്റ് ഈസ് റണ്ണിങ് പാരലലി ഇറ്റ് മൈറ്റ് സ്റ്റിൽ ടേക്ക് സം ടൈം. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ഇത്രയേ ഉള്ളൂ. യു ഹാവ് യുവർ ഡാറ്റ അല്ലേ. ഈ ടേബിൾ ml.data.origin ഇതാണ് നമ്മുടെ ഇത്. അതിൻ്റെ അകത്ത് 11,321 റോസ് ഉണ്ട്, 11 വേരിയബിൾസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് യു ജസ്റ്റ് ഫീഡ് ദ ഡാറ്റ ഇൻ ടു ദിസ് അൽഗോരിതം. ദെൻ യു സ്പെസിഫൈ കെ ആൻഡ് കോർസ്. ഈ കോർസ് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനത് ഇച്ചിരി കൂടെ ഫാസ്റ്റ് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇത് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ലോഗ് സ്കോർസ് എന്ന് പറയുന്നതാണല്ലോ ഔട്ട്പുട്ട്. ഇത് ബേസിക്കലി ഇറ്റ്സ് വെരി സിമ്പിൾ. ഓരോ പോയിന്റിനും ഇറ്റ് വിൽ ബേസിക്കലി ടെൽ യു വാട്ട് ഈസ് ദ ലോഗ് സ്കോർ. അപ്പോൾ ഈ ലോഗ് സ്കോർ എന്ന് പറയുന്നതാണ് ഈ പിക്ചറിനകത്ത് നിങ്ങൾ കണ്ട ഈ നമ്പേഴ്സ് 7.6, 3.4, ദാറ്റ് നമ്പർ. അപ്പോൾ വി ഹാവ് 11,321 പേഷ്യൻസ്. അപ്പം വി ഷുഡ് ഗെറ്റ് 11,321 ലോഗ് സ്കോർസ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമുക്ക് നോക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു, റൺ ചെയ്തു. ലെങ്ത് നോക്കുവാണെങ്കിൽ ഉണ്ടോ, അതായത് ഇതിൻ്റെ അത് 11,321 ഉണ്ടെന്നാണ്. അപ്പോൾ അത് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇവിടെ പ്രിന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസ് കാണാൻ പറ്റും ഓരോ പേഷ്യൻറ്റിൻ്റെ. 1.1 ഒത്തിരി ഓരോ പേഷ്യൻറ്റിനും. അപ്പോൾ കുറച്ച് നോട്ട് അവൈലബിളും ഇൻഫിനിറ്റി വാല്യൂസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ set.feed എന്ന് പറയുന്നൊരു കമാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചിലപ്പം ചിലർക്കൊക്കെ ഓൾറെഡി അറിയാവുന്നതായിരിക്കും. ഈ ഫീഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ. ഫീഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്തെങ്കിലും ഒരു റാൻഡം പ്രോസസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പം നമുക്ക് സെയിം റിസൾട്ട് കിട്ടത്തില്ല. ഇപ്പം ബേസിക്കലി പാറിനകത്ത് ഈ ഒരു നമ്മളൊരു 100 റാൻഡം നമ്പേഴ്സിനെ പിക്ക് ചെയ്യുകയാണ്. ഇപ്പം പിക്ക് ചെയ്ത ഈ സ്റ്റെപ്പ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പം, വീണ്ടും ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പം വി വിൽ നോട്ട് ഗെറ്റ് ദ സെയിം റിസൾട്ട്. കാരണം അതൊരു റാൻഡം പ്രോസസ് ആണല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ കോഡ് വീണ്ടും വീണ്ടും റൺ ചെയ്യുമോ, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസിബിലിറ്റി വീണ്ടും വീണ്ടും റൺ ചെയ്യുമ്പോൾ റിസൾട്ടുകൾ വളരെ നേരിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ എക്സാക്ട് സെയിം റിസൾട്ട് ഓരോ തവണ റീറൺ ചെയ്യുമ്പോഴും കിട്ടാനാണ് ഈ set.feed എന്ന് പറയുന്നത്. ഈ 1895 എന്ന് പറയുന്നത് ഞാൻ ചുമ്മാ ഒരു റാൻഡം നമ്പർ ഉപയോഗിച്ചതേ ഉള്ളൂ. അത് ഏത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് ഇൻറ്റിജർ, യു ക്യാൻ യൂസ് എനി ഇൻറ്റിജർ നമ്പേഴ്സ്. ഈ set.feed ഇല്ലെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ, നമ്മൾ ഈ വീണ്ടും ഈ കമാൻഡ് റൺ ചെയ്യുകയാണെങ്കിൽ യു മൈറ്റ് ഗെറ്റ് സം ഡിഫറെൻറ്റ് സ്കോർസ്. ഓവറോൾ ഇറ്റ് മൈറ്റ് നോട്ട് മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ്, ബട്ട് സ്റ്റിൽ ഇറ്റ് മൈറ്റ് ഗിവ് ഡിഫറെൻറ്റ് സ്കോർസ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഇത്രയും പേഷ്യൻറ്റിൻ്റെ ലോഗ് സ്കോർ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഒരു സമ്മറി. അപ്പോൾ ഇതാണ് സമ്മറി ഉള്ളത്. സമ്മറിയിൽ നമുക്ക് കാണാം മിനിമം വാല്യൂ വാസ് 0.2168, 25% is 0.7982, മീഡിയൻ വാസ് 0.97, മീൻ ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, അതൊരു പ്രശ്നമുള്ള കാര്യമാണ്. മാക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. ഇത് പ്രശ്നമാണ്. ഇത് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻഫിനിറ്റി വാല്യൂസ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ അൽഗോരിതം ശരിക്കും പറഞ്ഞാൽ കൺവേർജ് ചെയ്തില്ലെന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. ആൻഡ് ഇറ്റ്സ് യൂഷ്വലി ബിക്കോസ്
യൂഷ്വലി ബിക്കോസ് അവർ കെ ഈസ് ലെസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അൽഗോരിതം വി ആർ ഗോയിങ് ടു റൺ ഇറ്റ് അഗെയിൻ, ബട്ട് ദിസ് ടൈം വി ആർ ഗിവിംഗ് ദ നമ്പർ ഓഫ് നെയ്ബേഴ്സ് ടു ലുക്ക് അറ്റ് ആസ് കെ ഈക്വൽ ടു 10. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പം അപ്പോൾ ഇതും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സമ്മർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫിനിറ്റി വാല്യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും. ജനറലി ഇൻഫിനിറ്റി വാല്യൂസ് ഈ LOF വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ കെ വാല്യൂ, കെയുടെ നമ്പർ ഈസ് യൂഷ്വലി ലെസ്, അതുകൊണ്ടാണ് ജനറലി വരുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ അത് റീറൺ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും കറക്റ്റ് ആയിരിക്കത്തില്ല. സോ എഗെയിൻ ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇത് റൺ ചെയ്തു അല്ലേ, അത് റൺ ചെയ്ത് നമ്മൾ അതിന്റെ സമ്മറി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് കുറേ ഇൻഫിനിറ്റി വാല്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇൻഫിനിറ്റി വാല്യൂസ് കുഡ് ബി ബിക്കോസ് ദിസ് 5 മൈറ്റ് ബി സ്മോൾ നമ്പർ, സോ വി മൈറ്റ് ഹാവ് ടു ലുക്ക് അറ്റ് മോർ നെയ്ബേഴ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 5ന്റെ ഇരട്ടി 10 ആക്കി. അപ്പോൾ ആ 10 ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അപ്പം അത് ചെയ്ത് കഴിയും. ഓക്കെ, അത് ചെയ്ത് കഴിയും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, നൗ വെൻ യു ഡു സമ്മറി യു ക്യാൻ സീ ദാറ്റ് ദ ഇൻഫിനിറ്റി ഹാസ് ഗോൺ. അതായത് ഇപ്പം എല്ലാ പേഷ്യൻസിനും വി ഹാവ് സം പ്ലോസിബിൾ വാല്യൂ, ബട്ട് ഒരെണ്ണം മാക്സ് വാല്യൂ ഇസ് 36.2887. അത് ആക്ച്വലി ഭയങ്കര വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ അത് ഈ വിച്ച് ഡോട്ട് മാക്സ് എന്ന് വായിക്കുന്ന നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വിച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ, വിച്ച് ഡോട്ട് മാക്സ് എന്ന് പറയുന്നത് എത്രാമത്തെ പേഷ്യന്റിനാണ് ഏറ്റവും കൂടുതൽ ലോ സ്കോർ ഉണ്ടായിരുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് 1049, അതായത് ഈ 1 മുതൽ 11,321 വരെ ഉള്ളതിൽ 1049th പേഷ്യന്റിനാണ് ഏറ്റവും കൂടുതൽ ലോ സ്കോർ അസൈൻ ചെയ്തത്. അപ്പം അതെന്താണെന്ന്, അപ്പോൾ ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ആ പേഷ്യന്റിനെ ഒന്ന് അതിന്റെ ഡേറ്റ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഈ കമാൻഡ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1049 5 റോ മുമ്പും 5 റോ കഴിഞ്ഞും ഉള്ള 10 പേഷ്യൻസിന്റെ ഡേറ്റയാണ് ജസ്റ്റ് പ്രിന്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ആ ഡേറ്റ. നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് അവർ ഏറ്റവും കൂടുതൽ ലോ സ്കോർ വന്ന ഒരു പേഷ്യന്റ് ഇതാണ്. ഇതിൻ്റെ അകത്ത് ഇതിന്റെ കുറെ നെയ്ബറുമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ വലിയൊരു ഔട്ട്ലയർ ആയിട്ട് തോന്നുന്നില്ല. 6627. സോ ദിസ് അവർ പേഷ്യന്റ് ഹാഡ് 51, but it is not hugely very different from the other values. Same goes with this value. ഇവിടെ ഒന്നും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പം 7777, അതായത് ദിസ് ലുക്സ് വെരി ഡിഫറെന്റ്. അപ്പൊ ഇത് ബാക്കി പേഷ്യൻസിനൊക്കെ ഇറ്റ് ഈസ് ലൈക്ക് അറൌണ്ട് മേ ബി ബിറ്റ്വീൻ 100 and 600 ആ ഒരു റേഞ്ചിലുള്ളത് ഇവിടെ വന്നപ്പോൾ 7777 ആയി. അതെങ്ങനെയാണ്? അപ്പം അതാണ് ഒരിത് വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ, ഓക്കെ, ആ വേരിയബിൾ എന്താണെന്നുള്ളത്, ഇറ്റ് ഈസ് ആക്ച്വലി ദ ലാസ്റ്റ് വേരിയബിൾ, റൈറ്റ്? സോ ഇറ്റ് ഷുഡ് ബി, ഇഫ് യു പ്രിന്റ് ഈ വേരിയബിൾ ആണ് ഈ PID 68. നമ്മൾ അതിനെപ്പറ്റി നേരത്തെ ഇച്ചിരി പറഞ്ഞായിരുന്നു. നമുക്ക് അതിന്റെ സമ്മറി എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിപ്പം ഇതിന് ഈ 999 ഒക്കെ ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മളത് ചെക്ക് ചെയ്യണം. if you go to the original documentation of this variable, you can actually see that 7777 is actually not the minutes of sedentary activity. It just tells you that patient refused to answer. So നമുക്കത് നേരത്തെ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇത് and we also have 999 also. അത് basically patient answer don't know. Anything between 0 and 1200 ആണ് actual minutes of sedentary activity. But some patients may not answer. Some patient refused to answer. They are given 7777. Patients who told they don't know, they were assigned 9999. അപ്പൊ ഇത് നമുക്ക് ആദ്യം നമ്മൾ ഇതിനെപ്പറ്റി, ഇപ്പൊ ഇതാണ് ഈ ഡേറ്റ നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിത് മിസ് ചെയ്തു പോവാം.
അപ്പൊ ഇപ്പൊ ഈ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ കണ്ടുകൊണ്ടാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഈ ഒരു പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഈ വേരിയബിളിനെ നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ, ദിസ് ക്യാൻ കോസ് വെരി ബിഗ് പ്രോബ്ലംസ് വൈൽ ഡ്യൂരിങ് മെഷീൻ ലേണിംഗ് ട്രെയിനിങ്. അപ്പം നമുക്കിപ്പം ഓൾറെഡി നമ്മളപ്പോൾ അതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയപ്പോൾ മനസ്സിലായി, ദീസ് വേരിയബിൾസ് ആർ ബേസിക്കലി നോട്ട് അവൈലബിൾ വാല്യൂസ് അല്ലേ. അതായത് പേഷ്യന്റ് ഒന്നെങ്കിൽ റിഫ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇത് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അപ്പൊ ആ പേഷ്യൻസിന്റെ മാത്രം ഇപ്പൊ ഈ സ്റ്റെപ്പ് ഞാൻ ചെയ്തേക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഐ ആം ജസ്റ്റ് getting the patient numbers who had either 9999 or 7777. അപ്പൊ ഇത്രയും പേഷ്യൻസ് ആണ് ഈ 11,321 ഇങ്ങനെ ആൻസർ ചെയ്തവർ. ഇവരുടെ മാത്രം ലോഗ് സ്കോർ നോക്കുവാണെങ്കിൽ ചിലര് ഓക്കെയാണ്, ദാറ്റ് കുഡ് പ്രോബബ്ലി ബി ബിക്കോസ് ദ അതർ വാല്യൂസ് ആർ ക്ലോസർ. ബട്ട് ജനറലി സ്പീക്കിംഗ് നമ്മുടെ ഒറിജിനൽ ലോഗ് സ്കോർ അതിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. അതിന്റെ ഏറ്റവും ഒരു തനതായ പ്രൂഫ് എന്ന് പറയുന്നത് ഈ മീഡിയൻ ആണ്. അതായത് ഒറിജിനൽ മീഡിയൻ ഇറ്റ് വാസ് ജസ്റ്റ് 0.8. ഈ പേഷ്യൻസിന്റെ മാത്രം ലോഗ് സ്കോർ എടുക്കുവാണെങ്കിൽ ദ മീഡിയൻ ഈസ് 2.6. ദാറ്റ് ഈസ് ലൈക്ക് 3 to 4 times മോർ. അപ്പൊ അതാണ് നമുക്കിത് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഐ എം ജസ്റ്റ് ട്രൈങ് ടു പ്ലോട്ട് എ ബോക്സ് പ്ലോട്ട്. ഈ ബോക്സ് പ്ലോട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ. ഇത് അത്രയ്ക്ക് സുഖമായിട്ട് വരത്തില്ല. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഔട്ട്ലയേഴ്സ്. ഈ ദിസ് 9999 7777 ഉള്ളതുകൊണ്ട് ഈ മെജോറിറ്റി ഭാഗം ചുങ്ങിപ്പോവും. അപ്പം അതേസമയം നമ്മൾ സീറം കാൽഷ്യം വാല്യൂസിന്റെ ബോക്സ് പ്ലോട്ട് എടുക്കുവാണെങ്കിൽ വി ക്യാൻ സ്റ്റിൽ സീ ദർ ആർ ഇൻ മച്ച് ഔട്ട്ലെയർ. സം ആർ ദർ, ബട്ട് ദിസ് മൈറ്റ് നോട്ട് ബി റിയലി ഔട്ട്ലെയേഴ്സ് ഓൾസോ. ഈ സീറം കാൽഷ്യം അറൌണ്ട് 15 എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഒന്നും അല്ല. അപ്പം ജസ്റ്റ് അത് തമ്മിലുള്ള ഒരു ഇത് കണ്ടുപിടിച്ചതേ ഉള്ളൂ. അപ്പം ഇതിന്റെ അകത്ത് അപ്പം ഇനിയിപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഷുഡ് യു റിമൂവ് ഔട്ട്ലെയേഴ്സ്? അതായത് ആ പേഷ്യൻസിനെ നമ്മൾ റിമൂവ് ചെയ്യണോ വേണ്ടേ? അപ്പൊ ഇതിന്റെ അകത്ത് അഗൈൻ നമുക്ക് അങ്ങനെ ഒരു ഹാർഡ് റൂൾ ഒന്നും ഇല്ല. ഔട്ട്ലയേഴ്സ് ക്യാൻ ആക്ച്വലി ബി പ്രോബ്ലമാറ്റിക്. അതായത് ഇപ്പം നമ്മൾ കണ്ട ഈ വാല്യൂസ് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി പ്രോബ്ലമാറ്റിക്. ഈ 9999 7777 ഒക്കെ PAD 680 എന്ന് പറഞ്ഞ വേരിയബിളിന്റെ കൂടെ പോവുകയാണെങ്കിൽ യു ആർ ഗ്യാരണ്ടീഡ് ദാറ്റ് യുവർ മെഷീൻ ലേണിംഗ് അൽഗോരിതം വിൽ ബി റോങ്. സോ അതാണ് നമ്മൾ ആദ്യം തന്നെ ഈ ട്രെയിനിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഡാറ്റയെ പറ്റി കുറച്ചൊക്കെ ഈ എക്സ്പ്ലോറേറ്ററി അനാലിസിസും പ്രീ പ്രോസസിംഗ് ഒക്കെ ചെയ്ത് പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പം കണ്ടത്. So generally speaking, if it is arising from data entry mistakes, the outlier, then it is probably best to remove it. But ഈ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്, അത് മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മിക്കവാറും it is mostly not possible at all. So usually we can live with most outlier scenarios in ML unless you are confident that outliers are far too apart from the normal scenario. ഇവിടെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത് എൻഹാൻസ് ചെയ്യുന്നുള്ള ഡേറ്റയാണ്. സോ വി ട്രസ്റ്റ് ദം. അപ്പം ആൻഡ് വി വിൽ പ്രൊസീഡ് ബൈ നോട്ട് റിമൂവിങ് എനി ഡിറ്റക്റ്റഡ് ഔട്ട്ലെറ്റ്സ്. അതായത് ഈ 9999 7777 ഉള്ള പേഷ്യൻസിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് വി നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ബൈ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് പേഷ്യന്റ് ആൻസേർഡ് ഡോണ്ട് നോ. സോ നമ്മൾ അതിന് പകരം എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വി വിൽ ജസ്റ്റ് അസൈൻ ആൻ NA വാല്യൂ ടു ഇറ്റ് ആൻഡ് ദെൻ വി ക്യാൻ ഇമ്പ്യൂട്ട് ഇറ്റ്. നമ്മൾ നേരത്തെ ചെയ്തപോലെ ഇമ്പ്യൂട്ട് തന്നെ ചെയ്യാം. ഈ 99 77 PAD 680 ഉള്ള പേഷ്യൻസിനെ വി ജസ്റ്റ് ഇമ്പ്യൂട്ട് ഇറ്റ്. നമ്മൾ ആ വാല്യൂസ് റീപ്ലേസ് ചെയ്യുന്നു. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് എൽസ് കമാൻഡ് എന്ന് പറഞ്ഞാൽ, ഏത് പേഷ്യന്റിനാണോ ഇതിലേതെങ്കിലും വാല്യൂ ഉണ്ടായിരുന്നത്, ദെൻ അസൈൻ NA ടു ദിസ് PAD 680 വേരിയബിൾ. ഇഫ് എൽസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കമാൻഡാണ്. അത് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്
നമുക്ക് അതിന്റെ ബോക്സ് പ്ലോട്ട് ഒന്നും കൂടെ നോക്കാം. അതായത് ഇതാണ് നമ്മൾ ബിഫോർ കറക്ഷൻ, ആഫ്റ്റർ കറക്ഷൻ. ആഫ്റ്റർ കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ NA വാല്യൂ അസൈൻ ചെയ്തു. അപ്പൊ ഇത് രണ്ടും നമ്മൾ സൈഡ് ടു സൈഡ് ബോക്സ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇവിടെ നമുക്ക് 10,000-അടുത്തൊക്കെ ഉണ്ടായിരുന്നു, 10,000-അടുത്തും 8,000-അടുത്തും. അത് ദേ ആർ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് 7777 ആൻഡ് 9999. നമ്മളത് NA വാല്യൂ ആക്കിയപ്പം ആ പ്രശ്നം അങ്ങ് മാറി. വി ഹാവ് സം വാല്യൂസ് ലൈക്ക് 1,200 and all, but still they are normal values. And also you can see that ഈ ബോക്സ്, ഈ ഭാഗം വൈഡൻ ആയി. അപ്പൊ അത് ഇപ്പോഴത്തെ നമ്മുടെ ഈ വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ പച്ച നിറത്തിലുള്ള ബോക്സിലോട്ട് കാണിക്കുന്നത്. ഇത് ബിഫോർ കറക്ഷൻ ആൻഡ് ദിസ് വാസ് ആഫ്റ്റർ കറക്ഷൻ. അപ്പൊ അതാണ് ഔട്ട്ലെയർ ഡിറ്റക്ഷന്റെ ഒരു ഇതുള്ളത്. പിന്നെ ഉള്ളത് ഇത് ഇറ്റ്സ് ബേസിക്കലി അഗ്രിഗേഷൻ, ആ സെയിം പ്ലോട്ട് തന്നെ അഗൈൻ. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം നല്ല പരിചയമായെന്നാണ് തോന്നുന്നത്. So it just shows the proportion of missing values and combination of missingness. Okay. ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ മെഷീൻ ലേണിംഗിലോട്ട് കടക്കുവാണ്. ആ ഭാഗത്തിലോട്ട് കടക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാൻ എൻ്റെ ആദ്യത്തെ സെക്ഷനകത്ത് നമ്മളൊരു പ്രോസസ്സ് കാണിച്ചായിരുന്നല്ലോ. അതിൻ്റെ അകത്ത് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നതാണ് ട്രെയിനിങ്ങിന് മുമ്പത്തെ ഒരു സ്റ്റെപ്പ്. അതായത് ഈ ടെസ്റ്റിംഗ്, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വി യൂഷ്വലി ഡിവൈഡ് ഇറ്റ് ഇൻ 70-30% ഓർ 80-20% റേഷ്യോ ഇൻറ്റു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. അപ്പൊ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഇതിലുള്ളത്. ആൻഡ് അഗൈൻ ഇവിടെ ഞാൻ ആ സെറ്റ് ഡോട്ട് ഫീഡ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റാൻഡം പ്രോസസ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതൊരു റാൻഡം പ്രോസസ്സ് നമ്മൾ അഗൈൻ ആൻഡ് അഗൈൻ റൺ ചെയ്യുമ്പോൾ വി നീഡ് ടു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. അപ്പൊ അതാണ് നമ്മൾ സെറ്റ് ഡോട്ട് ഫീഡ് 1897 ഉപയോഗിക്കുന്നത്. ഈ കമാൻഡ് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണയും ഈ സ്റ്റെപ്പ്, ഇതാണ് ട്രെയിൻ ടെസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓരോ തവണ ഇത് റൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു തവണ നിങ്ങൾ റൺ ചെയ്തു, പിന്നെ ഇത് ഓഫ് ചെയ്തു, വീണ്ടും ഈ കോഡ് തന്നെ റൺ ചെയ്യുമ്പോൾ യു വിൽ നോട്ട് ഗെറ്റ് ദ എക്സാക്ട് സെയിം ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് സെറ്റ് ഡോട്ട് ഫീഡ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് ദിസ് ഈസ് ബേസിക്കലി ഐ എം ജസ്റ്റ് ഫാക്ടറൈസിങ് അവർ ടാർഗറ്റ് വേരിയബിൾ. ഇത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മിക്കവാറും കാണത്തില്ലായിരിക്കും, പക്ഷെ ഞാനൊരു ഷൂറിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഇൻറ്റിജർ വാല്യൂ അല്ലാതെ അതൊരു ഫാക്ടർ വേരിയബിൾ ആണ് അല്ലെങ്കിൽ ഒരു കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ് എന്ന് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ആറിനോട് പറയുന്നതാണ്, ആസ് ഡോട്ട് ഫാക്ടർ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ സമ്മറി ചെയ്യുമ്പം വി നോ ദാറ്റ് there are 410 patients who had a kidney disease and 1,911 patients who didn't have കിഡ്നി ഡിസീസ്. അപ്പം ഇനിയിപ്പോൾ ഈ ഡാറ്റയാണ് നമുക്ക് ട്രെയിൻ ആൻഡ് ടെസ്റ്റ് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൻ്റെ അകത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിയേറ്റ് ഡാറ്റ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇത് ക്യാരറ്റ് പാക്കേജ് എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പം ക്യാരറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദെൻ യു സ്പെസിഫൈ വിച്ച് യുവർ ടാർഗറ്റ് വേരിയബിൾ. ഇതിൻ്റെ അകത്ത് ഈ ഔട്ട്കം, നമ്മൾ ഔട്ട്കം എന്ന് പറയുന്നത് ഓൾറെഡി ഔട്ട്കം നിങ്ങൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ഔട്ട്കം ഈസ് നത്തിങ് ബട്ട് KIQ022. ഈ സെയിം വേരിയബിൾ തന്നെയാണ്. അപ്പം ഇത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ജസ്റ്റ് ഗെറ്റ് ദാറ്റ് 0 and 1 വാല്യൂസ്. ഏത് പേഷ്യന്റ് ആണ് 0, ഏത് പേഷ്യന്റ് ആണ് 1, അതാണ്. അതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്, റൈറ്റ്? ആൻഡ് യു നീഡ് ടു ഗെറ്റ് ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് 1 and 0 ഇൻ ബോത്ത് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റാൻഡം ആയിട്ട് ചുമ്മാ ആദ്യത്തെ ഒരു ഇപ്പോൾ ഒരു എന്നാ പറയുന്നത് ഒരു 100 റോയുള്ള ഡാറ്റ സെറ്റാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു 80 എണ്ണം ട്രെയിനിങ് സെറ്റും അടുത്ത 20 എണ്ണം ടെസ്റ്റിംഗ് സെറ്റും ആയിട്ട് എടുക്കാം. അത് അതിന്റെ ഒരു കുഴപ്പം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ 80 എണ്ണത്തിനകത്ത് യുവർ ടാർഗറ്റ് വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ മൈറ്റ് ബി വെരി ഡിഫറെന്റ്. ഐഡിയലി സ്പീക്കിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാർഗറ്റ് വേരിയബിൾ ഷുഡ് ബി സെയിം. ഇറ്റ് ഷുഡ് നോട്ട് ഡിഫർ മച്ച്. അതാണ് കൂടുതൽ. എക്സാക്ട്ലി സെയിം ഒന്നും കിട്ടത്തില്ല. ഇറ്റ് ഷുഡ് നോട്ട് ഡിഫർ മച്ച് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. അപ്പൊ അത് ഈ ടാർഗറ്റ് വേരിയബിൾ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ML ഡാറ്റ
ഡാറ്റ ഡോട്ട് ഒറിജിനൽ വിത്ത് ഔട്ട്കം ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ വരും. ഈ സ്റ്റെപ്പ് പ്രിപ്പയർ നമ്മൾ ഇതൊക്കെ ദീസ് ആർ ഓൾ വെരി സിമ്പിൾ ഫ്രം എ കമ്പ്യൂട്ടേഷണൽ പോയിന്റ് ഓഫ് വ്യൂ. അതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് നടക്കും. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വെക്ടറാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രിന്റ് ചെയ്താൽ അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇറ്റ് ടെൽസ് യു വിച്ച് പേഷ്യന്റ് ഈസ് ഇൻ ട്രെയിനിങ് സെറ്റ് ആൻഡ് വിച്ച് പേഷ്യന്റ് ഈസ് ഇൻ ടെസ്റ്റിംഗ് സെറ്റ്. അപ്പം ഇനി നമ്മൾ ഇവിടെയാണ് അത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് മേക്ക് ML ഡാറ്റ ഒറിജിനൽ ട്രെയിൻ. ഇതാണ് നമ്മുടെ ട്രെയിനിങ് സെറ്റ്, ഇതാണ് നമ്മുടെ ടെസ്റ്റിംഗ് സെറ്റ്. സോ ട്രെയിൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് കൊടുക്കുമ്പോൾ യു വിൽ ജസ്റ്റ് ഗെറ്റ് ദ ട്രെയിനിങ് സെറ്റ്. ഇവിടെ അത് വന്നിട്ടുണ്ടാകണം. ഈ 9057 അത് നമ്മൾ ഈ T എന്ന് പറയുന്നത് 0.8, അതായത് 80% ആണ് ട്രെയിനിങ് സെറ്റ് ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തത്. അപ്പോൾ ഈ 11,321 80%, ദാറ്റ് ഈസ് 9057. അത്രയും ട്രെയിനിങ് സെറ്റായി. ബാക്കിയുള്ളത് ടെസ്റ്റിംഗ് സെറ്റായി, റൈറ്റ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 2264. ഇത് രണ്ടും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ഒറിജിനൽ 11,321. ദീസ് ആർ ഓൾ ഇത് രണ്ടും ഡിഫറെന്റ് സെറ്റ് ഓഫ് പേഷ്യൻസ് ആണ്. പിന്നെ ഇത് ഞാൻ വീണ്ടും അതിന്റെ മിസ്സിംഗ്നെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെയാണോ എന്ന് വീണ്ടും നമ്മൾ നോക്കുന്നതാണ്. അതായത് ഹിയർ ഐ ജസ്റ്റ് യൂസ് ട്രെയിനിങ് സെറ്റ് അലോൺ ടു പ്രിന്റ് ദ മിസ്സിംഗ്നെസ്. ഇത് ടെസ്റ്റിംഗ് സെറ്റ്. വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. അപ്പം ഇതിന്റെ സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ് ഓഫ് അവർ ടാർഗറ്റ് വേരിയബിൾ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ട്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അവർ ടാർഗറ്റ് വേരിയബിൾ. പിന്നെ ടാർഗറ്റ് വേരിയബിളിനെ ഞാൻ ഔട്ട്കം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലാണ്, ഒരു ആർ വേരിയബിളിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്കം ML ഡാറ്റ ഒറിജിനൽ ഇങ്ങനെ ഔട്ട്കം എന്ന് പറയുന്നത് ജസ്റ്റ് ആ സിംഗിൾ വേരിയബിൾ ആണ്, ആ ഫുൾ ഡാറ്റ അല്ല. അതുപോലെ തന്നെ ട്രെയിനിനും ടെസ്റ്റിനും അത് തന്നെയുണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ വി നോ ദാറ്റ് 410 കിഡ്നി ഡിസീസ് ആണ്, 1911 ആണ് അല്ലാത്തവർ. ഈ ട്രെയിനിങ് സെറ്റിലാണെങ്കിൽ അത് ഇറ്റ് ബിക്കെയിം ലൈക്ക് 328 ആൻഡ് 8,729. ടെസ്റ്റിംഗ് സെറ്റിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് 82 ആൻഡ് ദിസ് ഈസ് 2182. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഡിസ്ട്രിബ്യൂഷൻ ദിസ് ഷുഡ് നോട്ട് ഡിഫർ മച്ച് ബിറ്റ്വീൻ ദം. സോ ഇതിന്റെ അകത്ത് ഇപ്പൊ 328 ഡിവൈഡഡ് ബൈ എത്ര പ്രൊപ്പോർഷൻ ആണ് പോസിറ്റീവ് കേസ് കിഡ്നി പേഷ്യൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് 3.6%. അപ്പൊ ഇത് തന്നെ നമുക്ക് ടെസ്റ്റിംഗ് സെറ്റിലും അതാണോ എന്ന് നോക്കാനായിട്ട് we actually got more or less same. This is 3.62% and this is also 3.62. ഈ നമ്പർ ആണ് നമ്മൾ അധികം ഡിഫർ ചെയ്യരുത്. അതായത് ഇവിടെ 3.6ഉം ഇവിടെ ഒരു 20%ഉം അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ചിലപ്പം ട്രബിൾസമാണ്. അതൊരു ഭയങ്കര ഗ്രോസ് എറർ ഒക്കെ ആണെങ്കിൽ അത്രയ്ക്കും വ്യത്യാസം ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. ബട്ട് ജനറലി സ്പീക്കിംഗ് ദാറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് റിമെയിൻ സെയിം. ഇനിയിപ്പം നമ്മൾ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. അപ്പം ഇതുവരെ നമ്മൾ ഇമ്പ്യൂട്ടേഷൻ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കൂടെ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ ആ ഫുൾ ഡാറ്റ എടുത്ത് മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ട് ചെയ്യുകയും ഔട്ട്ലയർ ഡാറ്റ കണ്ടുപിടിക്കുകയും ചെയ്തുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പം ഈ ട്രെയിനിങ് സെറ്റിലും ടെസ്റ്റിംഗ് സെറ്റിലും ഇപ്പോഴും മിസ്സിംഗ് വാല്യൂ ഉണ്ട്. അതാണല്ലോ ഇവിടെ ഈ ഡിഫറെന്റ് മറൂൺ കളർ ഇത് പ്രിന്റ് വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇനിയാണ് ഇമ്പ്യൂട്ട് ചെയ്യേണ്ടത് ശരിക്കുള്ളത്, ഇനിയിപ്പം മെഷീൻ ലേണിംഗിന് തൊട്ടു മുമ്പുള്ളത്. അപ്പൊ ഇതിന്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഡാറ്റ ലീക്കേജ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയും. അപ്പൊ എന്താണ് ഈ ഡാറ്റ ലീക്കേജ്? അതായത് നമ്മൾ ഈ ട്രെയിനിങ്ങും ടെസ്റ്റിംഗ് സെറ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ അർത്ഥം തന്നെ ഈ ടെസ്റ്റിംഗ് സെറ്റ് ഷുഡ് റിമെയിൻ അൺനോൺ ടു ദ മെഷീൻ ലേണിംഗ് അൽഗോരിതം.
അതായത് ആ ടെസ്റ്റിംഗ് സെറ്റ് മെഷീൻ ലേണിംഗ് അൽഗോരിതം കാണാനേ പാടില്ല. അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെറ്റ് എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് സെറ്റിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ ട്രെയിനിങ് സെറ്റിലോട്ട് ഒരു രീതിയിലും വരാൻ പാടില്ല. അപ്പൊ അവിടെയാണ് ഈ ഡാറ്റ ലീക്കേജിന്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ട് ചെയ്തായിരുന്നെങ്കിൽ അത് നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തതെല്ലാം അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ഇമ്പ്യൂട്ട് ചെയ്ത ഡാറ്റ സെറ്റിനെ നമ്മൾ പിന്നെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഡാറ്റ ലീക്കേജിന്റെ ഇഷ്യൂ ഉണ്ട്. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിസ്സിംഗ് വാല്യൂസിന്റെ ക്ലാസ്സിൽ കൂടെ പോയപ്പം പറഞ്ഞായിരുന്നു, ഇറ്റ്സ് ബേസിക്കലി ഇമ്പ്യൂട്ടേഷൻ ബേസ്ഡ് ഓൺ എ പ്രിഡിക്റ്റീവ് മോഡൽ. അപ്പൊ അതായത് ഓൾറെഡി ഉള്ള ഒബ്സർവേഷൻസ് എങ്ങനെ ഇരിക്കുന്നോ അതിന്റെ വാല്യൂസ് വെച്ചാണ് നമ്മളത് പ്രിന്റ് ചെയ്യുന്നത്, ഇമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ട്രെയിൻ ആൻഡ് ടെസ്റ്റ് സ്പ്ലിറ്റിന് മുമ്പ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദ ഇൻഫർമേഷൻ ഇൻ ടെസ്റ്റിംഗ് സെറ്റ് ക്യാൻ ഗെറ്റ് പാസ്ഡ് ടു ട്രെയിനിങ് സെറ്റ്. അതായത് ഇമ്പ്യൂട്ട് ചെയ്യപ്പെടുന്ന വാല്യൂസിനകത്ത് ആ വാല്യൂവിൽ ചെറിയൊരു പാർട്ടെങ്കിലും ആ ടെസ്റ്റിംഗ് സെറ്റിന്റെ ഒരു ഇൻഫർമേഷൻ കാണും. അവരുടെ ഒരു എന്തെങ്കിലും ആ ടെസ്റ്റിംഗ് സെറ്റിന്റെ ഒരു ഫ്ലേവർ ഇറ്റ് വിൽ ക്യാപ്ചർ. അപ്പം ദിസ് ഈസ് യു ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് കൈൻഡ് ഓഫ് ചീറ്റിംഗ്. ആൻഡ് യു മൈറ്റ് ഗെറ്റ് ഓവർ ഒപ്റ്റിമിസ്റ്റിക് റിസൾട്ട്സ്. കാരണം നിങ്ങളുടെ ട്രെയിനിങ് സെറ്റിൽ ഓൾറെഡി ടെസ്റ്റിംഗ് സെറ്റിനെ പറ്റി എന്തെങ്കിലും അതിന്റെ ചെറിയൊരു ഫ്ലേവർ ഉണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അക്യുറസി ഒക്കെ നോക്കുമ്പോൾ ഈ ടെസ്റ്റിംഗ് സെറ്റിൽ വളരെ നല്ല അക്യുറസി ആയിട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് ഈ ബേസിക്കലി ഡാറ്റ ലീക്കേജ് എന്ന് പറയുന്നത്. സോ ദ ഗോൾഡൻ റൂൾ ഓഫ് തം. അപ്പം ഇത് ഒരു ഗോൾഡൻ റൂൾ ഓഫ് തം തന്നെയാണ്. ഇതിന്റെ അകത്ത് വേറെ അകത്തൊന്നുമില്ല. അതായത് ബേസിക്കലി ദ റൂൾ ഈസ് ദാറ്റ് എനി കൈൻഡ് ഓഫ് പ്രീ പ്രോസസിംഗ് സ്റ്റെപ്പ് that can disturb the values in your data should be done only after train and test split, not before that. അതാണ് അതിന്റെ ഗോൾഡൻ റൂൾ ഓഫ് തം. അല്ലെങ്കിൽ ഈ ഡാറ്റ ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഷുഡ് ഓൾവേസ് ഹാപ്പൻ പ്രയർ ടു ദ പ്രീ പ്രോസസിംഗ് സ്റ്റെപ്സ് ദാറ്റ് ഇൻവോൾവ് എനി കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇമ്പ്യൂട്ടേഷൻ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പലപ്പോഴും മിസ് ചെയ്യാൻ പോകാൻ സാധ്യതയുള്ളതാണ്. We will do the pre-processing step separately for training and testing set. അപ്പൊ അതാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഡാറ്റയിൽ വി ഹാവ് ലൈക്ക് 10 predictor variables: ഏജ്, ജെൻഡർ, സീറം ക്രിയാറ്റിനിൻ, PID 680 നമ്മളിപ്പം കണ്ട ഔട്ട്ലെയർ അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ എന്നാ പറയുന്നത് പ്രെഡിക്റ്റർ വേരിയബിൾസ്. നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് KIQ 0 and 1 വാല്യൂ, KIQ 022. ഇവിടെ ഞാൻ ജസ്റ്റ് കാറ്റഗോറിക്കൽ വേരിയബിൾ ഏതാണ് എന്നുള്ളത് ജസ്റ്റ് കാണിക്കുന്നു. കാറ്റഗോറിക്കൽ പ്രെഡിക്റ്റർ, വി ഹാവ് ജെൻഡർ ഈസ് എ കാറ്റഗോറിക്കൽ വേരിയബിൾ ബിക്കോസ് ഇറ്റ് tells you whether you are male or female. It is not a numerical variable. പിന്നെ ന്യൂമറിക്കൽ പ്രെഡിക്റ്റേഴ്സ് ഏതാണെന്നുള്ളത് all the other things are numerical variables. So we have 9 different numerical variables and one of them is a categorical variable. So total 10. So നമ്മളിപ്പം ഇത് ഞാൻ ജസ്റ്റ് അതിന്റെ വേരിയബിൾ ഏതാണ് കാറ്റഗോറിക്കൽ ഏതാണ് ന്യൂമറിക്കൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കോഡ് ചെയ്തേ ഉള്ളൂ. നമ്മൾ മാത്തമാറ്റിക്കലി ഒരു ഓപ്പറേഷനും അതിൻ്റെ അകത്തോട്ട് ചെയ്തിട്ടില്ല. സോ നൗ we are basically going to do the imputation. ഇപ്പൊ ഇമ്പ്യൂട്ടേഷനകത്ത് അഗൈൻ ഇവിടെ ഞാൻ ആ സീഡ് എന്ന് പറയുന്നത് ഇത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ വീണ്ടും റൺ ചെയ്യുമ്പം ഇഫ് യു നീഡ് ടു ഹാവ് ദ സെയിം എക്സാക്ട് റിസൾട്ട് യു നീഡ് ടു ഗിവ് ദ സീഡ് വാല്യൂ. സീഡ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷെ റീപ്രൊഡ്യൂസിബിലിറ്റിക്ക് എപ്പോഴും നല്ലത് സീഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ഇമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി നോ ദാറ്റ് gender is not then gender doesn't have any missing values. All the other variables, numerical variables, they have the missingness. അപ്പൊ ആ വേരിയബിൾസ് ആണ് നമ്മൾ ഇമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ക്യാരറ്റ് പാക്കേജ് ആക്ച്വലി ഹാസ് KNN ആൻഡ് റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ ഇൻബിൽറ്റ് വിത്ത് ദം.
അത് ഭയങ്കര സിമ്പിളാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പം അതിൻ്റെ അകത്ത് വി ക്യാൻ യൂസ് എ ഫംഗ്ഷൻ ഫ്രം ക്യാരറ്റ് കോൾഡ് പ്രീ പ്രോസസ്. ഈ പ്രീ പ്രോസസ്സിനകത്ത് വി ജസ്റ്റ് ഫീഡ് വിച്ച് ഡേറ്റ യു വാണ്ട് ടു പ്രീ പ്രോസസ്. സോ ഹിയർ സിൻസ് വി ആർ കൺസേൺഡ് അബൌട്ട് മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ടേഷൻ, വി ആർ ഓൺലി ടേക്കിംഗ് ദ ന്യൂമറിക്കൽ പ്രെഡിക്റ്റേഴ്സ്. കാരണം അവിടെ മാത്രമാണ് മിസ്സിംഗ് വാല്യൂസ് ഉള്ളത്, അത് മാത്രം ഇമ്പ്യൂട്ട് ചെയ്താൽ മതി. ദെൻ ഈ മെത്തേഡ് എന്നുള്ളത് ഈ സെന്റർ ആൻഡ് സ്കെയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഇപ്പൊ KNN ഇമ്പ്യൂട്ട് ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇമ്പ്യൂട്ടേഷൻ ഇത് കിട്ടും. ഈ സെന്റർ ആൻഡ് സ്കെയിൽ എന്ന് പറയുന്നത് അത് വേറൊരു പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്പാണ്. അപ്പം ഞാൻ നേരത്തെ ഇതിന്റെ ഈ ഹെഡിങ്ങിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, ML പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്സിന്റെ ഹെഡിങ്ങിൽ വി ഹാവ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ, ഇമ്പ്യൂട്ടേഷൻ, സെന്ററിങ്, സ്കെയിലിംഗ്. അപ്പൊ ഈ സെന്റർ സ്കെയിൽ എന്ന് പറയുന്ന ആ സെന്റർ ആൻഡ് സ്കെയിൽ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് ബേസിക്കലി അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ആൾക്കാർക്ക് അറിയായിരിക്കും, ഇതിന് സ്റ്റാൻഡേർഡൈസേഷൻ എന്നും ഒരു പേര് കൊടുക്കാറുണ്ട്. അതായത് ഓരോ വേരിയബിളിനെയും മീൻ വെച്ച് സബ്സ്ട്രാക്ട് ചെയ്യുക ആൻഡ് ദെൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ അതാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. സോ യു വിൽ ഗെറ്റ് എ വാല്യൂ ബിറ്റ്വീൻ -1 ആൻഡ് +1. എല്ലാ വാല്യൂസും ഒരേ സ്കെയിലിൽ ആയിരിക്കാനാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ ML ഇതിന്റെ ഹെഡ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സ്കെയിൽ ആക്ച്വലി വെരി ഡിഫറെന്റ്, റൈറ്റ്? ഏജ് ഈസ് ഇൻ എ ഡിഫറെന്റ് സ്കെയിൽ, BMI ഈസ് ഇൻ അനദർ ഡിഫറെന്റ് സ്കെയിൽ, ദിസ് ഈസ് ഇൻ അനദർ ഡിഫറെന്റ് സ്കെയിൽ. അപ്പൊ ഇതിന്റെ scaling actually, if you actually standardize, what you will get is all the values you will basically get something between -1 and +1. അത് ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന്റെ ഒപ്റ്റിമൈസേഷന്റെ സ്പീഡിനും പിന്നെ ഡീപ്പ് ലേണിങ്ങിന് അത് ആക്ച്വലി ഇച്ചിരി കൂടെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ്. അത് അങ്ങനെ ചെയ്തില്ലേലും ചിലപ്പോഴൊന്നും പ്രശ്നം വരത്തില്ല. അതൊന്നും പക്ഷെ still if the scales are vastly different between different variables, then it is always best to do the center and scale. അപ്പൊ അത് നമ്മൾ ഇതിന്റെ അത് ഈ ക്യാരക്ടറിന്റെ KNN ഇമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അത് it should be done very fast. സോ നമുക്ക് ഈ ഇമ്പ്യൂട്ടേഷന്റെ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റും KNN ഇമ്പ്യൂട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പ്. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് സെറ്റിൽ നമ്മൾ ഇമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ബേസിക്കലി യൂസിങ് ദിസ് KNN imputed object, and then we are basically calling the predict function. ഇത് basically impute all the missing values in a train and testing set. So ഈ train 1ഉം test 1 എന്നും പറയുന്നത് KNN imputed training and test set ആണ്. അപ്പം ഈ ml.data.original.trainഉം ടെസ്റ്റും ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ, ബട്ട് ദേ ഹാഡ് മിസ്സിംഗ് വാല്യൂസ്. ഈ train 1 ടെസ്റ്റ് 1 എന്ന് പറയുന്ന രണ്ടെണ്ണം it will not have any missing values. അപ്പൊ അത് ഈ ആ സെയിം ഫംഗ്ഷൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കെയിം ഒരു മിസ്സിംഗ് വാല്യൂ ഇതിൻ്റെ അകത്തില്ല. അപ്പൊ അതിന്റെ കാണുവാണെങ്കിൽ you can see how train looks like, and here you can also see that the values they have actually changed a lot because നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ടാണ്. കാരണം അതിന്റെ മീനായിട്ട് സബ്സ്ട്രാക്ട് ചെയ്തു ഓരോ വാല്യൂവിനെ, ദെൻ വി ഡിവൈഡഡ് ബൈ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾസോ. അപ്പൊ അതാണ് KNN ഇമ്പ്യൂട്ടേഷൻ യൂസിങ് ക്യാരറ്റ് പാക്കേജ്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ. അപ്പൊ ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ KNN ഇമ്പ്യൂട്ട് എന്ന് പറഞ്ഞ് കൊടുത്തപ്പം ഈ പ്രീ പ്രോസസ്സിന് മനസ്സിലായി ഓക്കെ ഐ നീഡ് ടു ഡു ദ KNN ഇമ്പ്യൂട്ടേഷൻ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് തിങ് കോൾഡ് ബാഗ് ഇമ്പ്യൂട്ട്. സെന്റർ ആൻഡ് സ്കെയിൽ അതുപോലെ തന്നെ, ബാക്കിയെല്ലാം സെയിം തന്നെ. വെർബോസ് എന്ന് പറയുന്നത് അത് റൺ ചെയ്യുമ്പം
എന്തെങ്കിലും എററോ അങ്ങനെ വല്ലതും അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാനായിട്ടുള്ളത്. അതിപ്പം ഫോൾസ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ. അത് അൽഗോരിതത്തിനെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് അല്ല. അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോൾ it will basically it is doing essentially the same step, but the algorithm is different and the code is exactly similar. So that is why I was telling that if you know the theory is like ഇവിടെയൊക്കെ നമുക്ക് ഇതിന്റെ തിയറിയാണ് ഇച്ചിരി കൂടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ളതല്ല. ഓൾറെഡി ആറിനെ പറ്റി ഇച്ചിരി അറിവുണ്ടെങ്കിൽ, അതായത് ഒത്തിരി ലൈൻ ഓഫ് കോഡും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒറ്റ ഫംഗ്ഷൻ കോളിൽ നമ്മളത് ഇമ്പ്യൂട്ട് ചെയ്യുകയും ചെയ്തു. റൈറ്റ്, ഇപ്പോൾ അത് ചെയ്തു. അപ്പം ട്രെയിൻ 2 ടെസ്റ്റ് 2, അപ്പോൾ അത് നമ്മൾ റാൻഡം ഫോറസ്റ്റ് എന്ത് ചെയ്തോ അതാണ്. അപ്പം നമുക്ക് ട്രെയിൻ 1ഉം ടെസ്റ്റ് 1ഉം ഉണ്ടായിരുന്നു, അത് KNN ഇമ്പ്യൂട്ട് ചെയ്തതാണ്. ദെൻ ട്രെയിൻ 2 ആൻഡ് ടെസ്റ്റ് 2 സെയിം തിങ്, സെയിം പേഷ്യൻസ്, ബട്ട് ഓൺലി ഡിഫറൻസ് ഈസ് ദ മിസ്സിംഗ് വാല്യൂസ് വെയർ ഇമ്പ്യൂട്ടഡ് ബൈ ദ റാൻഡം ഫോറസ്റ്റ് ഇൻ ദ ട്രെയിൻ 2 ആൻഡ് ടെസ്റ്റ് 2. അതാണ് റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത് മീഡിയൻ ഇമ്പ്യൂട്ടേഷൻ. മീഡിയൻ ഇമ്പ്യൂട്ടേഷൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ മിസ്സിംഗ് വാല്യൂസിന്റെ ഇവിടെ പറഞ്ഞപ്പം ഇവിടെ പറഞ്ഞല്ലോ സിമ്പിൾ ഇമ്പ്യൂട്ടേഷൻ. സിമ്പിൾ ഇമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അത് സിമ്പിൾ ആണ്. ഇമ്പ്യൂട്ട് ദ മിസ്സിംഗ് വാല്യൂസ് വിത്ത് എ മീൻ ഓർ മീഡിയൻ ഓർ മോഡ് ഓഫ് ദ അവൈലബിൾ വാല്യൂസ്. അപ്പൊ അത് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒത്തിരി ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. കാരണം അവൈലബിൾ വാല്യൂസിന്റെ മീഡിയൻ ഏതായിരുന്നോ ആ വാല്യൂ വെച്ച് ഇമ്പ്യൂട്ട് ചെയ്യുക. അപ്പൊ അത് ജനറലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് നോട്ട് എ വെരി സ്റ്റാറ്റിസ്റ്റിക്കലി റോബസ്റ്റ് മെത്തേഡ്. ബട്ട് നമ്മുടെ മീഡിയൻ വാല്യൂസ്, അതായത് ഡേറ്റ സൈസ് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഈ റാൻഡം ഫോറസ്റ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഇമ്പ്യൂട്ടേഷൻ മെത്തേഡ്സ് ഒക്കെ ചിലപ്പോൾ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആകാം. പിന്നെ മിസ്സിംഗ് വാല്യൂസ് ഒത്തിരി പെർസെൻറ്റേജ് ഒന്നും ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും മീഡിയൻ ഇമ്പ്യൂട്ടേഷന് വരാൻ സാധ്യതയില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് ടൈം. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ again very simple. Implementation is very simple, just like the theory of median imputation. ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ, ഈ റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ്? ക്വിക്ക്ലി ഒരു സെന്റൻസിൽ പറഞ്ഞാൽ. സോ അത് റാൻഡം ഫോറസ്റ്റും ഈ പറഞ്ഞിട്ടുള്ള ഈ റിഗ്രഷൻ പ്രെഡിക്റ്റീവ് ബേസ്ഡ് ഇമ്പ്യൂട്ടേഷനും ഇതെല്ലാം പ്രെഡിക്റ്റീവ് മോഡലിംഗ് ബേസ്ഡ് ഇമ്പ്യൂട്ടേഷൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ അകത്തെ അതായത് നമ്മുടെ അവൈലബിൾ വാല്യൂസ് ഉള്ളത് എടുത്തിട്ട് ആ അവൈലബിൾ വാല്യൂസിനെ ബേസ് ചെയ്ത് യു ട്രൈ ടു പ്രെഡിക്ട് ദ മിസ്സിംഗ് വാല്യൂസ് ഇൻ എ വേരിയബിൾ. അപ്പൊ അത് ഈ റിഗ്രഷനിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ ലീനിയർ സം ഓഫ് ഓൾ ദ പ്രെഡിക്റ്റഡ് വേരിയബിൾസ്. നമ്മുടെ റിഗ്രഷൻ അനാലിസിസ് പോലെ തന്നെ, അതായത് ഓരോ വേരിയബിളിനെയും ആ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ലീനിയർ സം ഓഫ് ഓൾ ദ predictor variables of the available of the variables where the values are available. അതാണ് റിഗ്രഷൻ ബേസ്ഡ്. അതേസമയം റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഓൺ എ ഹൈ ലെവൽ അതും പ്രെഡിക്റ്റീവ് ആണ്, പക്ഷെ അത് ഇറ്റ് ജസ്റ്റ് യൂസസ് ദ ഡെസിഷൻ ട്രീസ് ഫോർ ഇമ്പ്യൂട്ടേഷൻ. അതായത് ഈ ഡെസിഷൻ ട്രീ ബേസ്, അതായത് ഇറ്റ്സ് എ നോൺ പാരാമെട്രിക് മെത്തേഡ്. റിഗ്രഷനിൽ നമ്മൾ ലീനിയർ സം ഓഫ് പ്രെഡിക്റ്റേഴ്സ് ആയിരുന്നല്ലോ, അതായത് ഓരോ വേരിയബിളിന്റെയും പ്ലസ് യു ജസ്റ്റ് ട്രൈ ടു സം ഓൾ ദ അവൈലബിൾ വാല്യൂസ് ആൻഡ് സീ വാട്ട് ഈസ് ദ പ്രെഡിക്റ്റഡ് വാല്യൂ ഇൻ ദ മിസ്സിംഗ് വേരിയബിൾ. അതേസമയം റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിമ്പിൾ സം അല്ല. അത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ഡെസിഷൻ ട്രീ. ലൈക്ക് ഈ വേരിയബിൾ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ദിസ് വാല്യൂ then do this, that kind of logic. You can think of it like multiple if else kind of operations. Okay. അപ്പൊ അപ്പൊ ഇത് ഡെസിഷൻ ട്രീ എന്ന് പറയുന്ന ഒറ്റ ട്രീ ആണ്. അതിനെ റാൻഡം ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ സോ there is a parameter called the number of decision trees that you can use to predict it. Then I think by default it is around maybe 100. സോ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കുറെ ട്രീസിന്റെ ഒരു കൂട്ടമാണല്ലോ. അപ്പം മൾട്ടിപ്പിൾ ഡെസിഷൻ ട്രീസ് ട്രെയിൻ ആകും ആൻഡ് യു ജസ്റ്റ് ഇമ്പ്യൂട്ട് വിത്ത് ദ മാക്സിമം വോട്ട്. അതായത് 100 ട്രീസ് ഉണ്ടെങ്കിൽ 100 ട്രീയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രെഡിക്റ്റഡ് വാല്യൂ കിട്ടും. അതിന്റെ മാക്സിമം വോട്ട്
ഏത് വാല്യൂവിനാണോ ആ വോട്ടാണ് വാല്യൂ പ്രിഡിക്റ്റ് ആ വാല്യൂ ആണ് ഇമ്പ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഈ റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. സോ അപ്പം ഈ മീഡിയൻ ഇമ്പ്യൂട്ടേഷൻ വി ജസ്റ്റ് ഫീഡ് ദ മീഡിയൻ ഇമ്പ്യൂട്ട് ഫ്രം കണ്ടോ. ഇത് ഇവിടെ നമ്മൾ ബാഗ് ഇമ്പ്യൂട്ട് ഉപയോഗിച്ചു, നേരത്തെ KNN ഇമ്പ്യൂട്ട് ഉപയോഗിച്ചു. ഇത് ഷുഡ് ബി ഡിഡ്ന്റ് ടേക്ക് മച്ച് ടൈം അറ്റ് ഓൾ. നമുക്ക് we have like multiple different data sets where you have imputed it with different things, different imputation mechanism. അപ്പം ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഞാനിത് ബേസിക്കലി I am just trying to see is there any single value in any of them. So some whether is.ni will return how many, whether a particular point in the table is a missing value or not. നമുക്ക് ആക്ച്വലി 6 എണ്ണം ഉണ്ടല്ലോ, train 1, train 2, train 3, test 1, test 2, test 3. ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിട്ട് ഐ എം ജസ്റ്റ് സെയിങ് വെദർ there are any missing value, എന്തെങ്കിലും എററോ അങ്ങനെ വല്ലതും ഉണ്ടോ. അത് ആ സസ്പെക്ടഡ് ഇറ്റ് ജസ്റ്റ് റിട്ടേൺഡ് 0. ഈ ഫോർമുല കമാൻഡ് അത് ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് വരാം. അപ്പം ഈ ഒരു കമാൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, അതായത് save.image. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എൻവയോൺമെന്റിൽ ഈ വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നമ്മളിത് ഈ ആർ സ്റ്റുഡിയോ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, നമ്മൾ ലാപ്ടോപ്പ് ഓഫ് ചെയ്തു, നമ്മൾ വീണ്ടും നമുക്ക് തിരിച്ചു വന്ന് ഇതിന്റെ ബാക്കി ചെയ്യാൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആദ്യം മുതലേ നമ്മൾ വീണ്ടും തുടങ്ങേണ്ടി വരും. അപ്പം അത് തുടങ്ങാതെ നമ്മൾ നിർത്തിയോടത്ത് വെച്ച് നമുക്ക് ആ വേരിയബിൾസ് മൊത്തം എൻവയോൺമെന്റൽ ആറിന്റെ എൻവയോൺമെന്റൽ ഡേറ്റ മൊത്തം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് ഈ save.image. വി ജസ്റ്റ് നീഡ് ടു ഗീവ് വാട്ട് ഈസ് ദ ഫയൽ നെയിം. അതിന് നമ്മൾ .r data എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണം. ഇവിടെ നമുക്ക് എന്ത് വേണേലും യു ക്യാൻ റൈറ്റ് യുവർ ഫയൽ പാത്ത് ഓൾസോ. അപ്പം എൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ്, ഇതിപ്പം ഈ ഫയലില്ലേ, ഇതിപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യും. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ടേക്ക് സം ടൈം ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റാസ് ആൻഡ് ഓൾ. സോ ഇങ്ങനെ ഇത് സേവ് ചെയ്യുമ്പോൾ ഈ .r data എന്ന് പറയുന്ന ഫയല് സേവ് ആയാൽ I saved it into my desktop, right? So okay, സേവ് ആകാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സിംപിളി ലോഡ് ദിസ് ഡേറ്റ. അതായത് ഈ നേരത്തെ ഈ പറഞ്ഞ ഈ 591 ലൈൻസ് നിങ്ങൾക്ക് പിന്നെ റൺ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതിപ്പം സേവ് ആയി. നമ്മൾ ഈ ഡെസ്ക്ടോപ്പിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇതിനിപ്പം ഓൾമോസ്റ്റ് 100 MB സൈസ് ഉണ്ട്. അതവിടെ അങ്ങ് ഇരുന്നോളും. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തങ്ങ് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇപ്പം നമ്മൾ അതെല്ലാം ഡിലീറ്റ് ചെയ്തു. അതായത് നമ്മളിനി ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് തിരിച്ചു വന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഇത് ചെയ്യും. ഇത് നമ്മൾ ഈ ലോഡ് കമാൻഡ് ഉപയോഗിച്ചാൽ ആ സെയിം ലോഡ് കമാൻഡ് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം തിരിച്ച് വരും. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇത് വരും, കണ്ടില്ല, ഇപ്പോൾ ആ കംപ്ലീറ്റ് ഡാറ്റ വി ഗോട്ട് ഇറ്റ്. അതായത് ഇത്ര നേരം നമ്മൾ ചെയ്തൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്കിനി ഇവിടം ഇതിന്റെ ബാക്കി ഇവിടം വെച്ച് തന്നെ തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇത് ഈ മെഷീൻ ലേണിങ്ങിന്റെ ഇതിന് മാത്രമല്ല, ഇത് ഏത് ആർ സ്ക്രിപ്റ്റിലും ഉപയോഗിക്കാവുന്നതാണ്. അതായത് നിങ്ങളൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു സേവ് ദ ഡാറ്റ യു ക്യാൻ സിംപ്ലി ഡു ദിസ് save.image and then load. അതിന്റെ ഇൻപുട്ട് ഫയൽ ആദ്യം ഉപയോഗിച്ച ഇൻപുട്ട് ഡാറ്റ ഫയലും ആവശ്യമില്ലേ? ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, കാരണം നമ്മൾ ഇതുവരെയും ചെയ്തതെല്ലാം ആറിന്റെ എൻവയോൺമെന്റിൽ സ്റ്റോർ ആയിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് നമ്മുടെ ട്രെയിനിങ് ഡാറ്റ ഇതെല്ലാം ഇവിടെ ഉണ്ടല്ലോ, ട്രെയിൻ, ടെസ്റ്റ്, എവറിത്തിങ് വി ഹാവ്. അപ്പം ഇതെല്ലാം കൂടെ അത് ലോഡ് ആയിക്കോളും. അപ്പൊ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. സ്റ്റോറിംഗ് കോഡിംഗ് പ്ലസ് ഡാറ്റ ടുഗദർ. അതെ.
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെനു കമാൻഡ് ഉണ്ടോ? മെനു കമാൻഡ് കാണേണ്ടതാണ്, നോക്കട്ടെ. ഇവിടെ ഒരു സേവ് ബട്ടൺ കാണുന്നുണ്ട്. അല്ല, അത് ഇതാണോ നോക്കാം. സേവ് വർക്ക് അല്ല, സെഷനകത്തിലുണ്ട് സേവ് വർക്ക് സ്പേസ്, അതാണോ? ലോഡ് വർക്ക് സ്പേസും അല്ല, ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, നോക്കട്ടെ. അല്ല, സേവ് സാധാരണ മറ്റേ ആർ ഫയൽ സേവ് ചെയ്യുക ചെയ്യുന്നത്. അല്ല, ഈ ഫയൽ തന്നെയാണോ? ഞാനത് ഒരിക്കലും ഞാൻ കമാൻഡ് വെച്ച് അത് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കത്. അല്ല മെനുവിൽ ഒരു സെഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട്, അതാണോ? അല്ല, ഇത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉണ്ടെങ്കിൽ അല്ലേ? അല്ല, അത് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ ഇല്ല ഈ സേവ്. ഇവിടെ എനിക്ക് തോന്നുന്നേ ഫയൽ ഡോട്ട് ചൂസ് എന്ന് പറഞ്ഞാ അത് കിട്ടും. സേവ് ഇമേജ് പറഞ്ഞിട്ടേ അതിന്റെ പാത്ത് കിട്ടും. അത് ലോഡ് ചെയ്യാനായിട്ടല്ലേ? അല്ല, തിരിച്ചും പറ്റത്തില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. തിരിച്ച് പറ്റേണ്ടതാണ്. ഇതിപ്പോ ഞാനിപ്പോ ഇത് ചെയ്തപ്പോ അത് ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടില്ല. ഇപ്പം നിങ്ങൾക്ക് നോക്കാം, ഇവിടെ സേവ് ഡോട്ട് ഇമേജ് എന്ന് പറയുന്നത് അത് ഈ ഒരു ഫോൾഡറിലോട്ട് എന്റെ സേവ് ആയി, ടെസ്റ്റ് ഡോട്ട് ആർ ഉണ്ടോ? അത് ലോഡ് ചെയ്യാനായിട്ടും പറ്റേണ്ടതാണ്, നോക്കാം. അത് എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല, ഞാനത് ചെയ്തിട്ടില്ല. ഇത് തന്നെ ലോഡ് വർക്ക് സ്പേസ്, അത് തന്നെ ആയിരിക്കണം. ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും ട്രൈ ചെയ്യാം. എല്ലാം കൂടെ ഡിലീറ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റ് നമ്മൾ ഈ ബട്ടൺ വെച്ച് ചെയ്ത അത് തന്നെ. അത് തന്നെ. ഇറ്റ് ഈസ് ആക്ച്വലി റണ്ണിങ് ദ ലോഡ് കമാൻഡ്. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഈ ട്രെയിൻ ചെയ്യുന്നതും അതിനെപ്പറ്റിയൊക്കെ പറയാം. വി വിൽ ട്രൈ ഡിഫറെന്റ് അൽഗോരിതംസ്. ഓക്കെ, താങ്ക് യു.